രഞ്ജിനി ഹരിദാസ് അവരുടെ ഒരു റീസെന്റ് വീഡിയോയിൽ വർഷങ്ങളായി അവർ അനുഭവിച്ചിരുന്ന കഴുത്തുവേദന, സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ആയുർവേദ ചികിത്സയിലൂടെ എങ്ങനെ മാറ്റി എന്നതിനെ കുറിച്ചൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഇത് സർജറി എല്ലാം ഫിക്സ് ചെയ്ത് ഓൾമോസ്റ്റ് സർജറിക്ക് 2 ദിവസം മുൻപെയാണ് അവർ ആയുർവേദം പ്രിഫർ ചെയ്തത്. അവർ ആയുർവേദ ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്ത് വെറും 21 ദിവസത്തിൽ തന്നെ വലിയ മാറ്റം അനുഭവപ്പെട്ടതായി അവർ പറയുന്നു. അതുപോലെ പ്രശസ്തനായ സിനിമാ താരം അരവിന്ദ് സ്വാമി അദ്ദേഹത്തിന്റെ നട്ടലിലുണ്ടായ ഒരു ക്ഷതത്തെ തുടർന്ന് 18 മാസത്തോളം ബെഡ് റിഡൺ ആവുകയും ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 3-ാം ദിവസം നടക്കാൻ തുടങ്ങിയ അനുഭവം കൂടി പങ്കുവച്ചിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആയുർവേദത്തിനെ ഒരു സ്യൂഡോ സയൻസായി, കപടശാസ്ത്രമായി, കാലഹരണപ്പെട്ട ഒരു ശാസ്ത്രമായിട്ട് എഴുതി തള്ളുമ്പോൾ ഇവരെ പോലെയുള്ള സെലിബ്രിറ്റികൾ അവരുടെ അനുഭവം പങ്കുവെക്കുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മോഡേൺ മെഡിസിൻ നമുക്ക് നെർവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ മാനേജ് ചെയ്യാൻ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ മാനേജ് ചെയ്യാൻ നമുക്ക് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്നാൽ നമ്മൾ ബോഡിയിൽ കാണുന്ന ഇൻഫ്ലമേഷൻ, വലിവ്, സ്പാസംസ് ഇതൊക്കെ വരുന്നത് സോഫ്റ്റ് ടിഷ്യൂലാണ്. മസിലിനെ മാത്രം അഡ്രസ് ചെയ്യുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ന്യൂറോളജിസ്റ്റിന്റെയും ഓർത്തോപെഡിസ്റ്റിന്റെ ഇടയിലാണ് മിക്ക വേദനകളുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള മർമ്മശാസ്ത്രത്തിന്റെ ഒരു പ്രസക്തി. പിന്നെ ആയുർവേദം നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ പാർട്ടായിട്ട് കാണാറില്ല. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് കാലുവേദന ഉണ്ടെങ്കിൽ തന്നെ അത് ഗട്ട് ഹെൽത്ത് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാറ്. ബ്ലഡ് റിപ്പോർട്ട്സും സ്കാനിങ് റിപ്പോർട്ട്സും എല്ലാം തന്നെ നോർമൽ ആയിരിക്കും. എന്നാൽ പേഷ്യൻസ് വളരെ ബുദ്ധിമുട്ടിയുള്ള ഒരു ജീവിതമാണ് അവർ പലരും നയിക്കുന്നുണ്ടാവുക. ആയുർവേദത്തിൽ നമ്മൾ ഇവിടെ റിപ്പോർട്ട്സ് മാത്രം നോക്കിയല്ല ചികിത്സിക്കുന്നത്. നമ്മൾ ബോഡിയുടെ ഫങ്ഷൻ, അതായത് നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ദഹനം, നിങ്ങളുടെ ഓരോ ബോഡിയുടെ ലക്ഷണങ്ങൾ, അതായത് തടിപ്പ്, നീര്, വേദന, ഈ പുകച്ചിൽ, ഇങ്ങനത്തെ എല്ലാം കണ്ടീഷൻ അതിനെ കൃത്യമായിട്ട് ആയുർവേദ ദോഷാടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കാറ്. ആവശ്യമില്ലാത്ത പെയിൻ കില്ലർ, സ്റ്റെറോയിഡ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നിർത്തി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇവിടെ ആയുർവേദം ഒരു സുപ്പീരിയർ സയൻസ് ആണെന്ന് ഒരിക്കലും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലും ആയുർവേദത്തിന്റെ ഒരു സാധ്യത ഉണ്ടെന്നും അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ആയുർവേദത്തിന്റെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മിക്ക വീഡിയോസിന്റെ താഴെ കമന്റ് വരാറുണ്ട്. ആക്സിഡന്റ് വന്നാലോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നാലോ നിങ്ങൾ ഡോക്ടർമാർ എവിടേക്കാ പോവുക? എമർജൻസി കണ്ടീഷനിൽ തന്നെ ആരും ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിലേക്കും പോവില്ല, ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തേക്കോ ഒന്നും പോവില്ല. നേരെ മറിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഹോസ്പിറ്റലുകൾ മാത്രമേ അവർ ആശ്രയിക്കാറ്. അത് ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെയും ഒക്കെ ഒരു ഗുണം കൊണ്ടാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എമർജൻസി മാനേജ്മെന്റ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ചികിത്സാ രീതികൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. യുക്തിപൂർവ്വം അതിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി നല്ല ചികിത്സ തിരഞ്ഞെടുക്കുന്നതാണ് പ്രധാനം. ബ്ലഡ് റിപ്പോർട്ടും സ്കാനിങ് റിപ്പോർട്ടും എല്ലാം നോർമൽ ആയിരിക്കെ കഴുത്തുവേദന, പുറം വേദന, തരിപ്പ്, കടച്ചിലൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള കൂടുതൽ അറിവുകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.